ഹലോ ഹലോ, ഇവിടം സ്വർഗമാണെന്ന സിനിമ ഞങ്ങളും കണ്ടിട്ടുണ്ട്. ദയവേത് ആ കഥ ഇനി ഞങ്ങളോട് പറയരുതേ, കേട്ട് കേട്ട് മടുത്തു. അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റു എന്നാണോ? നിങ്ങളുടെ ഹീറോ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ആ ഡയലോഗ് കുറച്ച് ഹിറ്റായിരുന്നു. പുലിമുരുകനിൽ പറയുന്നുണ്ട്, നീ പോടാ എലിമുരുക, നീ പോടാ എലിമുരുക ഒക്കെ അപ്പൊ വന്നപ്പോ പറഞ്ഞത് അത് ഓക്കെ ആയതാണ്. ഈ ചേച്ചിയുടെ ഇപ്പം ഫേവറേറ്റ് ക്യാരക്ടേഴ്സിനകത്തുനിന്ന് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ് നമുക്ക് വേണ്ടി പറയും. അയ്യോ, ആക്ച്വലി ഉണ്ടല്ലോ, ഈ ഡയലോഗ്സ് ഒക്കെ അവിടെ പറഞ്ഞ് അവിടെ തീരുന്നതാണ്. നമ്മൾ ആ ഒരു ടൈമിൽ പറയുന്നതും പിന്നീട് അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും. ഒന്ന്, ഞാനത് പറയാതിരിക്കാനുള്ള എക്സ്ക്യൂസ് പറഞ്ഞതല്ല. ഈ സ്പോട്ട് ഡബിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാനത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആൾക്കാർ എങ്ങനെയാണ് അതങ്ങനെ വളരെ കറക്റ്റായിട്ട് പറയുന്നതെന്ന്. ഡയലോഗ്സ് പറയാനാണെങ്കിൽ ദൃശ്യത്തിലേ പറയാം. അതാണ് എന്നെ ഈ അടുത്ത കാലത്ത് എന്നെ എല്ലാരും പറയിപ്പിച്ചത്. അപ്പൊ അത് തന്നെ പറയാം. 1-2 ഡയലോഗ് ഞാൻ പറയാം. ഹലോ ഹലോ, ഇവിടം സ്വർഗമാണെന്ന സിനിമ ഞങ്ങളും കണ്ടിട്ടുണ്ട്. ദയവേത് ആ കഥ ഇനി ഞങ്ങളോട് പറയരുതേ, കേട്ട് കേട്ട് മടുത്തു. അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ അതിനകത്ത് എപ്പോഴും പറയുന്നതാണ്, നാടോടുമ്പോ നടുവേ ഓടണം എന്ന് പറയും. അങ്ങനെ 1-2 ഡയലോഗ്സ് മാത്രമേ എനിക്ക് സത്യം പറഞ്ഞ ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്നുള്ളൂ. KGF ഡയലോഗോ? അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റു എന്നാണോ? നിങ്ങളുടെ ഹീറോ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇത് KGF 1 ആണ് കേട്ടോ, 2 ഞാനല്ല. അപ്പോ ആ ഡയലോഗ് കുറച്ച് ഹിറ്റായിരുന്നു. പിന്നെ ബ്രോ ഡാഡിയിൽ ഇപ്പൊ ചെയ്തതിലും 1-2 ഡയലോഗ്സ് ഇങ്ങനെ വളരെ ആൾക്കാർ ഇങ്ങനെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. വാടാ മൂത്ത മോനെ എന്ന് പറയുന്ന അങ്ങനെ കുറച്ച് സംഭവങ്ങള്. അതൊക്കെ വളരെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളാണ്, പക്ഷെ അത് ആൾക്കാർക്ക് ഇഷ്ടമായി, രസമുണ്ടായിരുന്നു. പിന്നെ പുലിമുരുകനിൽ പറയുന്നുണ്ട്, നീ പോടാ എലിമുരുക എന്ന് പറയുന്നത്. ഇത്ര ഇതായിട്ട് ചെയ്യുന്നത് കാരണം അവർ പറഞ്ഞു തരുന്നതാണോ, അതോ ചേച്ചി ആ മൂഡ് അനുസരിച്ച് അത് ക്യാച്ച് ചെയ്യുന്നതാണോ? യൂഷ്വലി ഡയറക്ടേഴ്സ് ആദ്യം നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. നമ്മളുടെ മോഡുലേഷനിൽ അവരത് കേട്ട് നോക്കിയിട്ട് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രമേ അവർ കറക്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ വേണ്ട, ഇങ്ങനൊന്ന് പറയൂ എന്ന് പറയും. നീ പോടാ എലിമുരുകയൊക്കെ അപ്പൊ വന്നപ്പോ പറഞ്ഞത് അത് ഓക്കെ ആയതാണ്. ഇപ്പം ദൃശ്യത്തിലും പൊട എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതും ആ പറഞ്ഞു വന്ന കൂട്ടത്തിൽ അതങ്ങ് പറഞ്ഞപ്പോ ഓക്കെ ആണ്, അത് മാറ്റണ്ട, ഇനി അത് മതി. ഓക്കെ. അപ്പം ചേച്ചി ഇപ്പം ഒരാൾക്ക് വോയിസ്, ഒരു ഹീറോയിന് വോയിസ് കൊടുക്കുമ്പം ചേച്ചിയും ആ ഒരു ക്യാരക്ടർ ഉൾക്കൊണ്ടിട്ടല്ല ആണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഉൾക്കൊണ്ടേ പറ്റും. ഇതിലൊക്കെ തമാശ കഥാപാത്രത്തെ ഉൾക്കൊള്ളുന്ന സമയമാണെന്നൊക്കെ നമ്മള് തമാശക്ക് പറയുമെങ്കിലും ഡെഫിനറ്റ്ലി നമ്മളത് ഉൾക്കൊണ്ടേ മതിയാവുള്ളൂ. അല്ലാതെ നമുക്ക് വെറുതെ നിന്നിട്ട് നമുക്കൊരു സംഭവം അങ്ങനെ റെൻഡർ ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒരു ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ ആദ്യമേ ഒരു ഡയറക്ടർ നമുക്ക് തരുന്നത്. എന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്. ഇപ്പം പളുങ്ക് പോലെയുള്ള സിനിമയില് ബ്ലെസ്സി സാർ എൻ്റെ അടുത്ത് ഒരു 15 മിനിറ്റ് എന്നോട് ആ ക്യാരക്ടറിനെ പറ്റി സാർ സംസാരിച്ചതിന് ശേഷം ഡബ് ചെയ്തൊരു സിനിമയാണത്.